ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിൻ്റെ EVS ആണ്. ദ റോഡ് ടു ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ക്വിറ്റ് ഇന്ത്യ എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക്. ക്വിറ്റ് ഇന്ത്യ ഹെൽഡ് ഓൺ 1942. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ജവഹർലാൽ നെഹ്റു presented the Quit India resolution at the Congress session held in Bombay. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്തത്. എവിടെ വെച്ചിട്ടായിരുന്നു? ഇന്ന് കോൺഗ്രസ് സെക്ഷൻ ഹെൽഡ് ഇൻ ബോംബെ. ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു റെസൊല്യൂഷൻ നടന്നത്. ദെൻ ഗാന്ധിജി കോൾ ഫോർ ദി അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അപ്പോൾ ഗാന്ധിജി അതിനുശേഷം ഒരു അൾട്ടിമേറ്റ് സ്ട്രഗിൾ, അവസാനത്തെ ശ്രമമാണ് ഈ ഒരു സ്ട്രഗിൾ, അവസാനത്തെ സമരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സമരത്തെ ക്വിറ്റ് ഇന്ത്യ ഈസ് ദ അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ലെറ്റ്സ് പ്രിപ്പയർ ഫോർ ദി അൾട്ടിമേറ്റ് സ്ട്രഗിൾ. ഗാന്ധിജി പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്ക് ഇനി അവസാന ശ്രമത്തിലേക്ക് കടക്കാം. എ സ്ട്രോങ് സ്ട്രഗിൾ ദറ്റ് എക്സൽ ഓൾ ഏർലിയർ സ്ട്രഗിൾസ്. ഇതുവരെ നമ്മൾ സമാധാനപരമായിട്ട്, ഇനിയുള്ളത് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള സമരം തന്നെയായിരിക്കും. ബാക്കിയുള്ള മുമ്പത്തെ സ്ട്രഗിൾസിൽ വെച്ച് അപേക്ഷിച്ച് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നീങ്ങേണ്ടതുണ്ട്. ടിൽ നൗ വി പ്രൊട്ടസ്റ്റഡ് ഇൻ എ പീസ്ഫുൾ വേ. അതായത് ഇതുവരെ നമ്മൾ നല്ല സമാധാനപരമായി നോൺ വയലൻസിലൊക്കെ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നൗ ഇറ്റ്സ് ടൈം ടു ഫിനിഷ് അപ്പ് ആസ് ഏർലി ആസ് പോസിബിൾ. ഇനി ഇത് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ ലീവ് ഇന്ത്യ ആഡഡ് വിഗർ ടു ദ സ്ട്രഗിൾ. സ്ലോഗൻ എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ലീവ് ഇന്ത്യ എന്നുള്ളതായിരുന്നു സ്ലോഗൻ. ഈ ഒരു സ്ട്രഗിളിന് അത് നന്നായിട്ട് സഹായിച്ചു. ഡു ഓർ ഡൈ, ദ എക്സോർട്ടേഷൻ ഓഫ് ഗാന്ധിജി വാസ് ടേക്ക്. Everyone including students join the struggle. ഈ ഒരു സമരത്തിൽ, ഈ ഒരു സ്ട്രഗിളിൽ എല്ലാവരും, വിദ്യാർത്ഥികളടക്കം ഇതിന് ജോയിൻ ചെയ്തു. We observe August 9 as Quit India Day. അപ്പോൾ എന്നാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 9-ലാണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അടുത്തത്, ദി യുണൈറ്റഡ് നേഷൻസ് ഹാസ് ഡിക്ലെയർഡ് October 2nd the day of Gandhiji's birth as World Non-Violence Day. അപ്പോൾ October 2nd നമ്മൾ ഗാന്ധി ജയന്തി ആയിട്ട് ആചരിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ വേൾഡ് നോൺ വയലൻസ് ഡേ ആയിട്ടാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. United Nations declared October 2nd as the day of Gandhiji's birth as World Non-Violence Day. Okay. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലീഡേഴ്സിനെ പരിചയപ്പെടാം. വി ഹാവ് സെവറൽ അതർ ലീഡേഴ്സ് ഹു ഫോട്ട് ബ്രേവ്ലി ഫോർ ഫ്രീഡം. അതായത് ഗാന്ധിജിയെ കൂടാതെ തന്നെ ഒരുപാട് വേറെ ലീഡേഴ്സുകളുണ്ട് അല്ലേ? ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധർ തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവരൊക്കെ ആയിരുന്നു മറ്റ് ചില ലീഡേഴ്സ്. ഇനിയും കുറേ ലീഡേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇറ്റ് വാസ് എ റിസൾട്ട് ഓഫ് ദി സാക്രിഫൈസ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് സെവറൽ സച്ച് ബ്രേവ് പാട്രിയോട്സ് ദാറ്റ് India became independent on 15 August 1947. അപ്പോൾ ഇവരുടെയൊക്കെ കഠിന പ്രയത്നം കൊണ്ടും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ത്യാഗപൂർണമായിട്ടുള്ള സമരങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയത്. എന്നായിരുന്നു ഇൻഡിപെൻഡൻ്റ് ആയത്? 15 August 1947. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ഓൺ 9th August 1942. The Quit India movement was a civil disobedience movement launched in India in August 1942 in response to Gandhi's call for immediate independence. The All
India Congress Committee proclaimed a mass protest demanding what Gandhi called an orderly British withdrawal from India. The call for determined but passive resistance appears in his call to do or die issued on The call for determined but passive resistance appeared in his call to do or die issued on 9th August at Gowalia Tank Maidan in Mumbai in the year 1942. അടുത്തത് ക്വിറ്റ് ഇന്ത്യ 1942, the year, place Bombay. Main features are ultimate struggle for freedom. The slogan was Quit India. The exhortation of Gandhi was Do or Die. ഇതൊക്കെയായിരുന്നു മെയിൻ ഫീച്ചേഴ്സ്. നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് നോക്കാം. ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. Who had given the slogan of Do or Die during Quit India movement? Gandhi. Who was the viceroy at the time of Quit India movement? Lord Linlithgow. Next one, who gave the famous slogan, You give me blood and I will give you freedom? Subhash Chandra Bose. Next one, who presented Quit India resolution? Jawaharlal Nehru. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. When was Quit India Day celebrated? അല്ലേ? ഏതാണ്? August 9. പിന്നെന്താ? Where did Quit India മൂവ്മെന്റ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ഹാപ്പൻഡ് എവിടെയാണ്? ബോംബെ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാതും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരു ക്വിറ്റ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ്, ക്വിറ്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് തയ്യാറാക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതെല്ലാം തയ്യാറാക്കുക. ഇനി അടുത്ത ദിവസം ഞാൻ ഇതിന് ശേഷം ഇൻഡിപെൻഡൻസ് ഡേ ഒരു ഇത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഞാൻ തയ്യാറാക്കിയിട്ട് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ആക്ടിവിറ്റീസ്. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, താങ്ക് യു.